സാധിക്കുമോ? അയാളിവിടെ പന്നിയെ വേട്ടയാടി വിൽപ്പന നടത്തുന്നുണ്ടെന്ന് ഈ നാട്ടിൽ ആരെങ്കിലും പരാതിപ്പെട്ടാൽ അയാൾക്ക് വേണമെങ്കിൽ ആ പരാതിപ്പെട്ട ആളുകളെ മുഴുവൻ പേര് പറയാം. ഇവരൊക്കെയാണ് എന്റെ ഇറച്ചി വാങ്ങിയത് എന്ന് പറഞ്ഞാൽ അവരെ മുഴുവൻ പ്രതിയാക്കാൻ സാധിക്കുമോ? അപ്പൊ പ്രധാന കുറ്റവാളിയുടെ മൊഴി, ഒരു സ്ഥിരം ക്രിമിനലിന്റെ മൊഴിക്ക് എന്ത് വിലയാണുള്ളത്? സത്യത്തിൽ അയാളെ വെച്ച് പണമുണ്ടാക്കാനുള്ള ഏർപ്പാടല്ലേ ഇവിടുത്തെ ഫോറസ്റ്റുകാർ ചെയ്തത്? അതല്ലേ യാഥാർത്ഥ്യം? ഈ കേസിൽ 17 പ്രതികൾ ആ 17 പ്രതികളെ അശോക് രാജ് പ്രതിയാക്കി. അശോക് രാജ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, 3 തവണ ബ്രാഞ്ച് സെക്രട്ടറിയാ, കൊടിയ സഖാവാണ്. ആ സഖാവ് പ്രതിയാക്കുന്നു. എന്നിട്ട് എരുമപ്പെട്ടിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AK കണ്ണനെ വിളിച്ചു പറയുന്നു, ഞാൻ 17 പേരെ പ്രതിയാക്കിയിട്ടുണ്ട്, നീ പോയി പണം തിരിച്ചോ, 10,000 വെച്ച് തിരിച്ചോ. അങ്ങനെ CPM-ന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് 17 പ്രതികളെയും കാണുന്നു. 10,000 രൂപ വെച്ച് ആദ്യം ചോദിക്കുന്നു, ഒരാൾ കൊടുത്തു. പിന്നെ പറയുന്നു 10,000 പോരാ. അശോക് രാജിന്റെ വീട്ടില് ആദ്യം വിചാരിച്ച് 2 ലക്ഷത്തിന്റെ ആവശ്യമാണ്, പിന്നെ അയാൾക്ക് തോന്നി 4 ലക്ഷത്തിന്റെ ആവശ്യം. അപ്പൊ പറഞ്ഞു 10,000 പോരാ, 20,000 വെച്ച് തിരിച്ചോ. അങ്ങനെ വീണ്ടും പറഞ്ഞു 10,000 കൂടി വേണം. ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന പട്ടിണി പാവങ്ങളാണ്, കൽപ്പണിക്കാരാണ്. അവർക്ക് ഈ അശോക രാജ് വൈക്കുമ്പോൾ ഈ പണം മുഴുവൻ കൊടുക്കാൻ സാധിക്കും. അത് കൊടുത്തില്ല. അതുകൊണ്ടാണ് പ്രതികളായത്. പണം ചോദിച്ചത് പ്രതികളാക്കാതിരിക്കാനാണ്. പണം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് 17 പേര് പ്രതികളായത്. ഇതല്ലേ യാഥാർത്ഥ്യം? അല്ലാതെ എന്ത് കേസാണിത്? അങ്ങനെയാണെങ്കിൽ പന്നിയെ വേട്ടയാടിയതിനും തിന്നതിനും നിങ്ങൾ കേസെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിക്കാണ് കേസെടുക്കും. മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത് പന്നിയെ, കൃഷി നശിപ്പിക്കുന്ന പന്നികളെ കൊല്ലണം, തിന്നണം, അനുവദിക്കണമെന്നാണ് എന്റെ പക്ഷമെന്ന് മുഖ്യമന്ത്രി കേരളത്തിലെ മന്ത്രിമാരും പറഞ്ഞില്ലേ? ഇല്ലേ? അപ്പൊ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം ലംഘിക്കാൻ പ്രേരണ നൽകിയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമല്ലേ എന്റെ അശോക് രാജ് നിങ്ങൾ കേസെടുക്കാത്തത്? അവർക്കെന്നെ കേസെടുക്കണ്ടേ? ഇവർ ചെയ്ത് കുറ്റമാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയും കേസെടുക്കണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പലതരത്തിലുള്ള കോടതി ജാമ്യം കൊടുത്ത പ്രതിയാണ് അന്യായമായിട്ട് കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളത്. കോടതിയൊക്കെ വലുതാണോ? അശോക് രാജ് ആണോ? വടക്കാഞ്ചേരി കോടതി ജാമ്യം കൊടുത്ത പ്രതിയെ ഒരു ദിവസം ഇല്ലീഗൽ കസ്റ്റഡിയിൽ വെച്ചു. ഇല്ലീഗൽ ഡിറ്റൻഷനാണ്, ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ കസ്റ്റഡിയിൽ വെക്കാൻ നിങ്ങൾ കോടതിയിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിരുന്നു? ഓ, കാലത്ത് മുതൽ വൈകുന്നേരം വരെ അനധികൃതമായിട്ട് കസ്റ്റഡിയിൽ വെച്ചു. നിങ്ങൾ അനുമതി വാങ്ങിയിരുന്നോ കോടതിയിൽ നിന്ന്? കോടതി ജാമ്യം കൊടുത്ത പ്രതിയെ അന്യായമായി കസ്റ്റഡിയിൽ വെക്കാൻ ഏത് നിയമമാണ് അശോക് രാജ് നിങ്ങൾക്ക് അനുമതി നൽകിയത്? മൊബൈൽ പിടിച്ചു വെച്ചിരിക്കും. ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളുടെ വീട്ടിൽ ആർക്കെങ്കിലും മൊബൈലിന് ആവശ്യമുണ്ടാവും. അല്ലെങ്കിൽ ഒരു മൊബൈൽ, ആ കോടതി ജാമ്യം കൊടുത്ത ഒരു പ്രതിയുടെ മൊബൈൽ എത്ര ദിവസമായി പിടിച്ചു വെച്ചിരിക്കുന്നു? ഇതൊക്കെ പോട്ടെ, ജാമ്യം കൊടുത്ത പ്രതിയുടെ വീട്ടിൽ ചെന്ന് അമ്മയെയും ഭാര്യയെയും മക്കളെയും ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളെ മുഴുവൻ ഞങ്ങളെ പ്രതിയാക്കി ജയിലിലടക്കും. എന്താ ഭീഷണി? അമ്മയെയും ഭാര്യയെയും 8ഉം 5ഉം വയസ്സുള്ള 2 മക്കളെയും പ്രതികളാക്കി ജയിലിലടക്കും. ഇതാണ് ഭീഷണി. എന്തുകൊണ്ടാണ് മിഥുൻ ആത്മഹത്യ ചെയ്തത്? ഈ ഭീഷണി കേട്ട് പറയുന്നിട്ടാണ് മിഥുൻ ആത്മഹത്യ ചെയ്തത്. അങ്ങനെ സംഭവിച്ചാൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണ്ടേ? വേണ്ടേ? ഇതിപ്പോ വേറെ ഏതെങ്കിലും വ്യക്തി ഭീഷണിപ്പെടുത്തിയിട്ടാണ് മിഥുൻ ആത്മഹത്യ ചെയ്തതെങ്കിൽ ആ വ്യക്തിക്കെതിരെ കേസെടുക്കില്ല. ഇല്ലേ? ഈ നാട്ടിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തതെങ്കിൽ ആ ഭീഷണിപ്പെടുത്തിയവരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചാർജ് ചെയ്യില്ലേ? അതാണ് എന്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, ഈ അനധികൃതമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത ഇവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല? ഇവർക്കെന്താ വല്ല പ്രിവിലേജും ഉണ്ടോ? ഇവർക്കെന്താ വല്ല മുൻഗണനയും ഉണ്ടോ? അപ്പൊ നിയമപ്രകാരം ചെയ്യേണ്ട ഒരു പ്രവൃത്തി ചെയ്യണമെന്നാണ് ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഈ അശോക് രാജിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസെടുക്കാതിരിക്കുന്നതെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അശോക് രാജിന് നല്ലത് കേസെടുക്കുന്നതാണ്. അശോക് രാജിന്റെ ഭാവിക്ക് നല്ലത് നിയമപ്രകാരം നിങ്ങൾ കേസെടുക്കുന്നതാണ്. അതെടുത്തില്ലെങ്കിൽ അതിന് മറ്റു നടപടികളിലേക്ക് കടക്കാൻ
ശക്തി കണ്ട് പേടിച്ചിട്ടൊന്നല്ല. ഞങ്ങൾ വഴങ്ങി തരുന്നതാണ്. ഞങ്ങൾ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അല്ലാതെ ഈ ഭാര്യക്കാരും മറികടക്കാനും അശോക് രാജിനെ കൈകാര്യം ചെയ്യാനും ഞങ്ങൾ കഴിയായിട്ടല്ല, കഴിവില്ലായിട്ടല്ല, നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനം കൊണ്ടാണ്. അതൊന്ന് മനസ്സിലാക്കണം. 14 കോടി പ്രവർത്തകരുള്ള നരേന്ദ്രമോദിയുടെ പട്ടാളമാണ് അശോക് രാജ് പാർട്ടി. നിങ്ങൾ മറക്കണ്ട. ഇവിടെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം. ഇവിടെ നീതി ലഭിക്കണം. മിഥുന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. ഒരു കുടുംബത്തിന് അവരുടെ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. ആ കുടുംബത്തിന് ഏക അത്താണിയാണ്, ഒരേ ഒരു അന്തരിയാണ് ആ വീട്ടിലെ. 2 പിഞ്ചു കുട്ടികളാണ്. നിങ്ങൾ ആ വീട്ടിൽ പോയാൽ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊരു ധീരമായിട്ടുള്ള കാഴ്ചയാണ് പ്രിയപ്പെട്ടവർ. അതിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാകണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ കവർച്ച നടക്കുന്ന സംസ്ഥാനം, ഇതിലാണ് 1ാം സ്ഥാനം. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇതൊക്കെ ശരി തന്നെ. അതിലൊക്കെ 1ാം സ്ഥാനം തന്നെയാണ്. ഇത് വെറുതെ പറയുന്നല്ല. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിലാണ് പറയുന്നത്. ഇതിലെല്ലാം കേരളം 1ാം സ്ഥാനത്താണ്. ഇന്നിപ്പോ കുട്ടികളെ നമുക്ക് സ്കൂളിലേക്ക് വിടാൻ പേടിയാണ്. കാരണം എല്ലാ സ്ഥലത്തും ലഹരി മാഫിയ വിളയാടുകയാണ്. എവിടുന്നാണ് ഈ ലഹരി വരുന്നത്? പിടിക്കാൻ സാധിക്കുന്നുണ്ടോ? കേസെടുക്കുന്നുണ്ടോ? ഇതിന്റെ റൂട്ട് കഴിഞ്ഞ് പോകുന്നുണ്ടോ? പോകില്ല. കാരണം ഈ നാണം കെട്ടവന്മാർ അവരിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് MDMA പിടികൂടിയ കേസ് എവിടെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ മണ്ഡലത്തിൽ വടക്കാഞ്ചേരിയിൽ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നാണ് MDMA പിടികൂടിയത്. ഡോക്ടറെ പിടികൂടിയത്. ഡോക്ടറെ പിടിച്ച് പ്രതിയാക്കി പിന്നെ കേസൊക്കെ തേച്ചു മാറ്റി കളഞ്ഞു.